ചെയ്തു പിന്നെ ഒരു ഹാഫ് സർക്കിൾ വെച്ചിട്ടാണ് വരച്ചത് അല്ലേ. ഇനി ഹാഫ് സർക്കിളിൻ്റെ ആവശ്യമുണ്ടോ? ഒരു സർക്കിളിൻ്റെ ഒരു പീസ് വരെ എ പീസ് ഓഫ് സർക്കിൾ നമ്മളെന്ത് പറയും? ആ പീസ് ഓഫ് സർക്കിളിന് നമ്മളെന്ത് പറയും? പിന്നെ ആർക്ക് എന്ന് പറയും അല്ലേ. ഫസ്റ്റ് നമ്മളെന്താ ചെയ്തത്? നേരത്തെ ഫിഗറും ഈ ഫിഗറും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ടല്ലേ. നേരത്തെ ഈ സൈഡിൽ നമ്മൾ 6 സെൻറ്റിമീറ്റർ എടുത്ത്, ഈ സെൻറ്റിമീറ്ററിലാണ് നമ്മൾ 4 സെൻറ്റിമീറ്റർ എടുത്ത് നേരെ ഇപ്പുറത്തേക്ക് ഷഫിൾ ചെയ്തിട്ടുണ്ടല്ലേ. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ലൈൻ സെഗ്മെൻറ്റ് 3 സെൻറ്റിമീറ്ററിലുള്ള ഒരു ലൈൻ സെഗ്മെൻറ്റ് സ്കെയിൽ എടുത്ത് വരയ്ക്കുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? പിന്നെ ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ പിന്നെ കോമ്പസിൽ 4 സെൻറ്റിമീറ്റർ ലെങ്ത് എടുക്കുന്നു. 4 സെൻറ്റിമീറ്റർ ലെങ്ത് എടുത്തിട്ട് ഇവിടെ പോയിൻ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു പിന്നെ ആർക്ക് വരയ്ക്കുകയാണ്. ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുകയാണ് അല്ലേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു പോയിന്റിൽ നിന്ന് 6 സെൻറ്റിമീറ്റർ എടുക്കുന്നു. 6 സെൻറ്റിമീറ്റർ സ്കെയിലെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ആർക്ക് വരയ്ക്കുന്നു. യെസ്, ഈ ഒരു രണ്ട് പിന്നെ ആർക്കുകളും കൂട്ടിമുട്ടുന്ന ഒരു കോമൺ പോയിൻ്റ് ഇല്ലേ, ആ ഒരു കോമൺ പോയിൻ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു? നമ്മൾ ഇങ്ങോട്ടേക്ക് മാച്ച് ചെയ്യുന്നു. ഇങ്ങോട്ടേക്ക് മാച്ച് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്കൊരു ട്രയാങ്കിൾ കിട്ടി അല്ലേ. യെസ്. പിന്നെ നമ്മൾ ചെയ്തൊരു കാര്യം എന്താണ്? നേരത്തെ 2 ബേസിലാണ് എന്ത് ചെയ്തത്? ട്രയാങ്കിൾ വരച്ചല്ലേ. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ചു. അടുത്തത് പിന്നെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ചു. ഫസ്റ്റിൽ ഇങ്ങനെ വരച്ചു, പിന്നെ ഇങ്ങനെ വരച്ചു. അപ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്യാണ്? അത് കോമൺ ആയിട്ട് ഒരു പോയിൻ്റ് തന്നെ വരയ്ക്കുകയാണ് അല്ലേ. 1 സെൻറ്റിമീറ്റർ, ഒരു 3 സെൻറ്റിമീറ്റർ ലൈൻ സെഗ്മെൻ്റ് എടുത്തിട്ട് ഇവിടെ ഒരു പിന്നെ എന്ത് ചെയ്യാണ്? 4 സെൻറ്റിമീറ്റർ എടുത്തു ഇവിടുന്ന്. ഇവിടുന്ന് എത്ര എടുത്തു? ഇവിടുന്നൊരു പിന്നെ 6 സെൻറ്റിമീറ്റർ എടുത്തു. അപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടി അല്ലേ. ഇവിടുന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു 6 സെൻറ്റിമീറ്റർ എടുത്തു. ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? 4 സെൻറ്റിമീറ്റർ എടുത്തു അല്ലേ. അത് രണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ആ ഒരു കോമൺ പോയിന്റ് വന്നില്ലേ, കോമൺ പോയിന്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്? പിന്നെ യോജിപ്പിക്കുകയാണ് അല്ലേ. യോജിപ്പിച്ചു. ഈ ഒരു പോയിന്റിനെ യോജിപ്പിച്ചു. വീണ്ടും യോജിപ്പിച്ചു. അപ്പോൾ നമുക്ക് 2 ട്രയാങ്കിൾ സെയിം ബേസിൽ 2 ട്രയാങ്കിൾ കിട്ടി അല്ലേ. അപ്പോൾ ഇവിടെ ടോട്ടൽ ഇപ്പോൾ എത്ര ട്രയാങ്കിൾ ഉണ്ട്? 3 ട്രയാങ്കിൾ ഉണ്ട് അല്ലേ. നമ്മൾ ഷിയാസ് പറഞ്ഞ പോലെ 3 ട്രയാങ്കിളില്ലേ. യെസ്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ഒരേ ലെങ്ത്ത് പിന്നെ സൈഡ് എന്ത് ചെയ്യാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ട് കുറേ ട്രയാങ്കിൾസ് വരച്ചു അല്ലേ. കുറേ ട്രയാങ്കിൾസ് വരച്ചു അല്ലേ. 9 എണ്ണം വരയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ 2 എണ്ണം ഒരേപോലെ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്ത്? നമ്മളെ സ്കിപ്പ് ചെയ്തിട്ട് 7 എണ്ണമാക്കി മാറ്റി, 5 എണ്ണമാക്കി മാറ്റി. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? പിന്നെ നമ്മളതിൻ്റെ ഒരു ആംഗിൾ നോക്കാൻ വേണ്ടി തുടങ്ങി അല്ലേ. ആംഗിൾ നോക്കാൻ വേണ്ടി തുടങ്ങി. എങ്ങനെയാണ് ആംഗിളിൻ്റെ ഒരു പിന്നെ പൊസിഷൻ എങ്ങനെയാണ്? സ്മോളസ്റ്റ് ആംഗിൾ ഇവിടെയുള്ള അല്ലേ. സ്മോളസ്റ്റ് ആംഗിളിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഏതാ? സൈഡ് ഷോർട്ടസ്റ്റ് സൈഡാണ്. ഇവിടെ ലാർജസ്റ്റ്, ഈ ആംഗിളല്ല ലാർജ്. ഈ ലാർജസ്റ്റ് ആംഗിളിന് പിന്നെ നേരെയായിട്ടുള്ള പിന്നെ സൈഡ് ഏതാ? യെസ്, ഈ ട്രയാങ്കിളിൻ്റെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു സൈഡാണ് അല്ലേ. മീഡിയം, വലുതുമല്ല ചെറുതുമല്ല, ലാർജും അല്ല സ്മോളും അല്ല, മീഡിയം ആയിട്ടുള്ളൊരു ആംഗിളും ഇല്ലേ, ആ ആംഗിളിൽ പിന്നെ ഓപ്പോസിറ്റിലുള്ള സൈഡ് ഏതാ? അപ്പോൾ മീഡിയം സൈഡാണ് അല്ലേ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് ഈ ഒരു ലാർജസ്റ്റ് ആംഗിൾ എന്ന് പറയുന്നത് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം അല്ലേ. ഒരു റൈറ്റ് ആംഗിളിൽ ട്രയാങ്കിൾ വരക്കാം. ജസ്റ്റ് ഒരു റൈറ്റ് ആംഗിളിൽ ട്രയാങ്കിൾ വരക്കാം അല്ലേ. ജസ്റ്റ് ഇത് എന്താ പറയുക, 90 ഡിഗ്രിയാണ് എന്ന് വിചാരിക്കുക അല്ലേ. ഒരു ആംഗിൾ 90 ഡിഗ്രി അല്ലേ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ. യെസ്. അപ്പോൾ ഈ ഒരു ചെറിയൊരു ആംഗിൾ 30 ഡിഗ്രിയാണെന്ന് വിചാരിക്കുക. അത് വരുന്നില്ല. ഈ ഒരു ചെറിയ ആംഗിൾ 30 ഡിഗ്രിയാണെന്ന് വിചാരിക്കുക. അയ്യോ അത് അങ്ങോട്ടേക്ക് മാറിപ്പോയി കേട്ടോ. ഈ ഒരു ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി അല്ലേ. ഇനി അടുത്ത ആംഗിൾ വരക്കാണ്. ഈ ഒരു ആംഗിൾ എത്രയാണ്? ഈ ഒരു ആംഗിൾ ഒരു 30 ഡിഗ്രിയാണെന്ന് വിചാരിക്കുക.
നിങ്ങൾ പറയുന്ന പോലെ വരുന്നില്ല കേട്ടാ, കുഴപ്പമില്ല. യെസ്, നമുക്കിതങ്ങ് മാറ്റിക്കളയാം. അത് പോളിഗണ് അല്ലെങ്കിൽ പിന്നെ ട്രയാങ്കിൾ സർക്കിൾ വരക്കുന്ന ഒരു ഓപ്ഷനായിരുന്നു. സാധാ ഓപ്ഷൻ ഇടാം. ഞാനൊരു പിന്നെ ഒരു A4 വരച്ചിട്ട് ഇട്ടില്ല ഞാൻ, പാരലോഗ്രാമും ട്രയാങ്കിളെല്ലാം അത് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവില്ലേ. അതായത് ഇതിപ്പോൾ ഒരു 90 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. അതായത് പിന്നെ വലിയ ആംഗിളിൻ്റെ അടുത്ത് വലിയ സൈഡ്, വലിയ ആംഗിളിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ വലിയ സൈഡ് അല്ലേ, ചെറിയ ആംഗിളിൻ്റെ ഓപ്പോസിറ്റിൽ ചെറിയ സൈഡ്, പിന്നെയോ അത് മീഡിയം ഇവിടെ വരുന്നതല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതിപ്പോൾ 90 ഡിഗ്രിയാണെന്ന് വിചാരിക്കുക. പിന്നെ ഇത് പിന്നെ ഒരു മീഡിയം ആംഗിളല്ല വേണ്ടേ. ഇവിടെ ഇതൊരു പിന്നെ ഒരു 25, ഇതൊരു എത്ര ഉണ്ടാവും, പിന്നെ എത്ര ഉണ്ടാവും, ഇനി എത്രയാണ് വേണ്ടത് നമുക്കറിയാം, 180 വേണ്ടതെന്നറിയാമല്ലേ. ഇവിടെ 30 ആണെങ്കിൽ ഇവിടെ 60 അല്ലേ. അപ്പോൾ ഞാനൊരു 5 എന്ത് ചെയ്ത് കുറച്ച് അല്ലേ. അപ്പോൾ ഇവിടെ 5 കൂടണ്ടേ, ഇവിടെ ഒരു 65 കൊടുത്തൂടെ അല്ലേ. അപ്പോൾ ഒന്നുമില്ല, പിന്നെ ഈ ചെറിയ ആംഗിളിൻ്റെ നേരെ ചെറിയ സൈഡ്, പിന്നെ വലിയ ആംഗിളിൻ്റെ ഓപ്പോസിറ്റിൽ വലിയ സൈഡ്, മീഡിയം ആംഗിളിൻ്റെ അടുത്ത് മീഡിയം സൈഡ് അല്ലേ. ഇനിയോ നമ്മളൊരു ആംഗിളിൻ്റെ കാര്യം അല്ലാണ്ട് വേറൊരു കാര്യം പറഞ്ഞില്ലേനാ, ഇതാണ് വലിയ സൈഡ് അല്ലേ, ഇതാണ് എന്ത് ചെറിയ സൈഡ് അല്ലേ. അപ്പോൾ എപ്പോഴും ട്രയാങ്കിളിൻ്റെ എങ്ങനെയായിരിക്കണോ, നമ്മൾ കുറേ ട്രയാങ്കിൾ വരച്ച് നോക്കി ചിലത് പറ്റുമോ ഇല്ലയോ എന്നെല്ലാം തിരിഞ്ഞല്ലേ, ഈ രണ്ട് ചെറിയ സൈഡുകൾ കൂട്ടിയാൽ 7നേക്കാട്ടും കൂടുതലായിരിക്കണം അല്ലേ.